രണ്ട് തരത്തിൽ എനിക്കതിനോട് പ്രതികരിക്കാമായിരുന്നു. ഇത് കാശിന് കൊള്ളില്ല, എന്തിനു കൊള്ളാമെന്നതിൻ്റെ എഴുത്ത്, നിനക്കതിനുള്ള കഴിവില്ല, വാസനയില്ല, സർഗ്ഗവൈഭവമില്ല. എഴുത്തുകാരെന്നൊക്കെ പറഞ്ഞാൽ പ്രതിഭാശാലികളാണ്. കേരളത്തിലെ പ്രസിദ്ധരായ പല എഴുത്തുകാരുടെയും ആദ്യ രചനകൾ പല മാസികകളും തിരിച്ചയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു എഴുത്തുകാരനാകാനുള്ള ആദ്യത്തെ പടി എന്താണ്? അനേക മാസികകളുടെ എഡിറ്ററായിരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എഡിറ്ററായിരുന്നുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത, എഴുതി തുടങ്ങുന്ന പലരും അവരുടെ രചനകൾ എനിക്ക് അയച്ചു തരാറുണ്ട്. വളരെ പ്രതീക്ഷയോടാണ് അവരുടെ കൊച്ചു കവിതകളോ കഥകളോ ഒക്കെ അയക്കുന്നത്. അവരെന്നിട്ട് ഇടയ്ക്ക് വിളിക്കും, എന്തുവായി, എൻ്റെ കവിത പ്രസിദ്ധീകരിച്ചോ, കഥ പ്രസിദ്ധീകരിച്ചോ, ലേഖനം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു എഡിറ്റർ എന്ന നിലയിൽ ദീർഘകാലം എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ, എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ പല ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന പലരും അയച്ചിട്ടുള്ള പലതും എഡിറ്റ് ചെയ്ത് അല്പം മനോഹരമാക്കി അത് പ്രസിദ്ധീകരിച്ച് അവരുടെ പേരിൽ അവരുടെ ഫോട്ടോ ഒക്കെ ഇട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ, ആദ്യമായി ഒരു കവിതയോ കഥയോ പ്രസിദ്ധീകരിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ആനന്ദത്തിൻ്റെ ലഹരി അത്യസാധാരണമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ കൊണ്ട് അവരെന്നെ മൂടുന്നു. മാസികയിൽ എൻ്റെ ഫോട്ടോ വന്നു, പേര് വന്നു. വളരെ സന്തോഷം അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു എഴുത്തുകാരനാകാനുള്ള ആദ്യത്തെ പടി എന്താണ്? എഴുത്തുകാരനുള്ള ആദ്യത്തെ പടി എഴുതി തുടങ്ങുക എന്നതാണ്. നല്ല പേനയുണ്ടെന്നോ നല്ല അന്തരീക്ഷമുണ്ടെന്നോ ഒന്നും ചിന്തിക്കേണ്ടതില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് തോന്നുന്നോ അത് പേപ്പറിൽ കുറിച്ചു വെക്കുക. കിട്ടുന്ന സമയത്ത് അത് കുറിക്കുക. സ്ഥിരമായി ഡയറികൾ എഴുതുക. ഒരു വരിയാകാം, ഒരു ചെറിയ ഖണ്ഡികയാകാം, ഒരു ചെറിയ ചിന്തയാകാം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ, നിങ്ങളുടെ ശൈലിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ചിലപ്പോൾ അത് മറ്റൊരാളിൻ്റെ ശൈലിയുടെ ആവർത്തനമാകാം. അതൊന്നും നിങ്ങൾ കണ്ട് ഭാരപ്പെടണ്ട. എഴുതി തുടങ്ങുക. ഒരു എഴുത്തുകാരനാകാനുള്ള ഏറ്റവും പ്രധാന പടി എഴുതി തുടങ്ങുക എന്നതാണ്. നമ്മുടെ എഴുതിയ ആ ഭാഗം വായിച്ചു നോക്കുക. വായിക്കുമ്പോൾ നമുക്ക് ചില തെറ്റുകൾ കാണാം. അത് തിരുത്തുക, എഡിറ്റ് ചെയ്യുക, വീണ്ടും പരിഷ്കരിച്ചെഴുതുക. എഴുത്തുകാരനാകാനുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ധാരാളം വായിക്കുക. പ്രശസ്തരായ എല്ലാ എഴുത്തുകാരും നല്ല വായനക്കാരനായിരുന്നിട്ടുണ്ട്. വായിക്കുമ്പോഴാണ് നമ്മുടെ ശൈലിക്ക് വ്യത്യാസം ഉണ്ടാകുന്നത്. നമ്മുടെ എഴുത്ത് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു എഴുത്തുകാരൻ്റെ ശൈലിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് അമ്പരപ്പ് തോന്നും. എടാ, ഇതൊന്നുമില്ലല്ലോ, ആ എഴുത്ത് കൊള്ളാം, ഇത് മോശം. അപ്പം നമ്മൾ നമ്മുടെ ശൈലിയെ നമ്മൾ തന്നെ പരിഷ്കരിക്കാൻ തുടങ്ങും. നമ്മൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചെഴുതാൻ തുടങ്ങും. അതെഴുതി നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ഒരമ്മ തൻ പ്രസവിച്ച കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാകാറുണ്ട്. ആ മാതാപിതാക്കളുടെ നിറവും സൗന്ദര്യവുമാണ് ആ കുഞ്ഞിനുള്ളത്. അത് ഷാരൂഖ് ഖാനെ പോലെ അല്ലെങ്കിൽ മറ്റു വലിയ സൗന്ദര്യമുള്ളവരെ പോലെ ഇരിക്കുന്നില്ലെങ്കിലും അമ്മയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്നറിയപ്പെടുന്ന പോലെ ഒരമ്മയുടെ കയ്യിലിരിക്കുന്ന അമ്മയുടെ കുഞ്ഞ്, ആ മാതാപിതാക്കളുടെ രൂപസാദൃശ്യത്തിൽ കാണുന്ന കുഞ്ഞ് അവർക്ക് വളരെ വിലപ്പെട്ടതാണ്. നമ്മളൊരു കൊച്ചു കഥയോ കവിതയോ ഒരു ചെറിയ ലേഖനമോ എഴുതുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ സൃഷ്ടി നമ്മുടേതാണ്. നമുക്കുണ്ടാകുന്ന ആനന്ദം, അതിൻ്റെ ആ സന്തോഷം വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മൾ എഴുതിയ സൃഷ്ടി മറ്റു പല സൃഷ്ടികളുമായി നമ്മൾ താരതമ്യം ചെയ്യണം. അതായത് ധാരാളം വായിക്കണം. ഉന്നതമായ കലാസൃഷ്ടികൾ, കഥയോ നോവലോ കവിതയോ ഒക്കെ, അതുമായി നമ്മുടെ സൃഷ്ടികൾ നമ്മൾ തന്നെ തുലനം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പാപരത്വം മനസ്സിലാകും. അതുകൊണ്ട് നിരാശ തോന്നരുത്. എഴുത്ത് ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലിടരുത്. ഞാൻ എൻ്റെ MA ക്ലാസ്സിലോ മറ്റോ ആണെന്ന് ഓർക്കുന്നു, AJ ക്രോണിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. AJ ക്രോണിനാണെന്ന് തോന്നുന്നു. അദ്ദേഹം രോഗാതുരനായി ഒരു ഏകാന്ത സ്ഥലത്ത് അദ്ദേഹത്തിന് മാറി പാർക്കേണ്ടതായിട്ട് വന്നു. അത്രയും മാസങ്ങൾ, ഒരുപക്ഷെ 6 മാസമോ മറ്റോ വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ സമയത്താണ് അദ്ദേഹം ചിന്തിച്ചത്, കുറേ വായിക്കാം. കൂടെ കുറേ പേപ്പർ കൂടി എടുത്തു, പേനായും എടുത്തിരുന്നു.
അദ്ദേഹം എഴുതുന്നതൊക്കെ ആ നാട്ടിലെ ഒരു കൃഷിവലൻ, ഒരു കർഷകൻ്റെ അടുക്കൽ അദ്ദേഹം വായിച്ച് കേൾപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഓരോ തവണ എഴുതുന്നതും വേറെ ആരുമില്ല, തൻ്റെ റൂമിൽ വല്ലപ്പോഴും വരുന്ന ആ കൃഷിക്കാരനെ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. അതായിരുന്നു അദ്ദേഹത്തിന് ആദ്യത്തെ ആസ്വാദകൻ. കുറേ കഴിഞ്ഞ് അദ്ദേഹം മറ്റു ചില സൃഷ്ടികൾ വായിച്ചു നോക്കിയപ്പോൾ തൻ്റെ സൃഷ്ടി ചെറുതാണെന്ന് തോന്നി എല്ലാം ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു. അടുത്ത ദിവസം വളരെ ആകാംക്ഷയോടെ അടുത്ത അധ്യായം കേൾക്കാനുള്ള കൊതിയോടെ തൻ്റെ ആ കൂട്ടുകാരൻ കടന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുത്ത് നിർത്തി. അദ്ദേഹത്തിന് നിരാശയായി. അദ്ദേഹം പറഞ്ഞു, നിർത്തരുത്, തുടർന്ന് എഴുതുക. വലിയ പാണ്ഡിത്യമൊന്നുമില്ലാത്ത ആ സാധാരണക്കാരൻ്റെ വാക്കുകൾ തന്നെ പ്രചോദിപ്പിച്ചു. എനിക്ക് തോന്നുന്നു ആ എഴുത്ത് എഴുതി കഴിഞ്ഞു, പൂർത്തീകരിച്ചു. അദ്ദേഹം അത് അറിയപ്പെടുന്ന പല പ്രസാധകരുടെ ലിസ്റ്റ് എടുത്തിട്ട് അതിലൊരു പ്രസാധകൻ അയച്ചു കൊടുത്തു. അത് അമേരിക്കയിലെ ബെസ്റ്റ് സെല്ലർ നോവലായി മാറി. എന്ന പേര് ഞാൻ ഓർക്കുന്നില്ല. ചിലപ്പോൾ നാം ഒരിക്കലും പ്രതീക്ഷിക്കാതെ നാം പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാനിട വരും. എഴുതി തുടങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, നിങ്ങൾ ഡയറി കുറിപ്പുകൾ സ്ഥിരമായി എഴുതുക. ബ്ലോഗുകൾ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക. ഫേസ്ബുക്കിൽ ഇപ്പോൾ ഒത്തിരി മാധ്യമങ്ങളുണ്ടല്ലോ. കൊച്ചു കൊച്ചു ചിന്തകൾ അവതരിപ്പിക്കുക. അത് നിങ്ങളുടെ സ്നേഹിതർക്ക് അയച്ചു കൊടുക്കുക. അല്പസാഹിത്യ വാസനയുള്ള നമ്മുടെ കൂട്ടുകാർക്ക് അത് അയച്ചു കൊടുക്കുക. ഏതെങ്കിലും മാസികകളിൽ നിങ്ങളുടെ സ്നേഹിതന്മാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ മാസികയിൽ അത് അയച്ചു കൊടുക്കുക. എന്നിട്ടൊരു കുറിപ്പും വെക്കുക. അത് ഒന്ന് പരിഷ്കരിച്ച് എഴുതിയാൽ കൊള്ളാം. എനിക്ക് ലഭിച്ചിട്ടുള്ള പല കവിതകളും ലേഖനങ്ങളുമൊക്കെ ഞാനത് വായിച്ചു നോക്കിയപ്പോൾ വെട്ടും തിരുത്തുവാൻ കഴിഞ്ഞ് ഞാൻ തന്നെ അതൊന്ന് പരിഷ്കരിച്ച് എൻ്റെ സ്നേഹിതനോട് ഉള്ള ആ സ്നേഹബന്ധത്തിൽ പരിഷ്കരിച്ചെഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സന്തോഷത്തോട് പറയട്ടെ, അതിൽ ഏതാണ്ട് 90% ഭൂരിപക്ഷം പേരും പിൽക്കാലങ്ങളിൽ ഒരുവിധം അറിയപ്പെട്ട എഴുത്തുകാരായി മാറാൻ ഇടയായി തീർന്നു. 2 തരത്തിൽ എനിക്കതിനോട് പ്രതികരിക്കാമായിരുന്നു. ഇത് കാശിന് കൊള്ളില്ല, എന്തിനു കൊള്ളാമെന്നൊരു എഴുത്ത്, നിനക്കതിനുള്ള കഴിവില്ല, വാസനയില്ല, സർഗവൈഭവമില്ല, എഴുത്തുകാരെന്നൊക്കെ പറഞ്ഞാൽ പ്രതിഭാശാലികളാണ്. ആ നിരുത്സാഹത്തിൻ്റെ വാക്കുകൾ ഒരുപക്ഷെ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം അതോടെ എഴുത്ത് നിർത്തുമായിരുന്നു. നമ്മൾ പല പ്രതിഭകളെയും മുളയിൽ നുള്ളിക്കളയുവാൻ നമ്മളിൽ പലരും ബിരുദന്മാരാണ്. എന്നാൽ ഒരു കൊച്ചു പ്രോത്സാഹനം, ഒരു കൊച്ചു പരിഷ്കരണം, ഒരു നല്ല എഡിറ്റിംഗ്, അത് പ്രസിദ്ധീകരിക്കുവാൻ പല കൃതികളിലും എൻ്റെ കൂടി ശൈലികൾ കടന്നിട്ടുണ്ട്. ഒരുതരം സന്തോഷവും സൗകുമാര്യവും ഒക്കെ അതിലെനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പിൽക്കാലങ്ങളിൽ അവർ എഴുത്തുകാരായപ്പോൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പറയും, സാർ അന്ന് എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഇന്നെനിക്കൊരു എഴുത്തുകാരനാകാൻ കഴിഞ്ഞത്. നല്ല എഴുത്തുകാരനാകാൻ നല്ലൊരു പ്രേക്ഷകനെ കൂടി സൃഷ്ടിക്കണം. നമ്മുടെ ശൈലി നമ്മൾ തന്നെ കണ്ടെത്തണം. ആദ്യമൊക്കെ അനുകരണത്തിൻ്റെ തലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ആ അനുകരണത്തിൻ്റെ തലത്തിൽ നിന്നും നമുക്ക് പതുക്കെ പതുക്കെ സ്വന്തമായൊരു ശൈലിയിലേക്ക് വരാൻ കഴിയും. എസ്.കെ. പൊറ്റക്കാടിൻ്റെയും ഒ.വി. വിജയൻ്റെയും തകഴിയുടെയും ഒക്കെ കൃതികൾ വായിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വളരെ വേഗം അറിയാം. ഒരാളത് വായിച്ച് കേൾപ്പിച്ചാൽ പോലും ഉറക്കത്തിൽ നിന്ന് പറയും, ഇത് തകഴിയുടെ നോവലാണല്ലോ, ഇത് എസ്.കെ. പൊറ്റക്കാടിനാണല്ലോ. ഉറൂബിൻ്റെയും തകഴിയുടെയും എസ്.കെ. പൊറ്റക്കാടിൻ്റെയും ഒക്കെ കൃതികൾക്ക് തനതായ ഒരു വ്യക്തിത്വമുണ്ട്. ഒ.വി. വിജയൻ്റെ ലേഖനങ്ങൾക്കോ അദ്ദേഹത്തിൻ്റെ നോവലുകൾക്കോ കഥകൾക്കോ അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലിയുണ്ട്. സച്ചിദാനന്ദൻ്റെ കവിതകൾ കടമ്മനിട്ടയുടെ കവിതകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരുപക്ഷെ ONV-യുടെ കവിതകൾ, വയലാറിൻ്റെ വരികൾ. എങ്കിലും ഇതിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു ധാരയുണ്ട്. ഏത് തരം സൃഷ്ടികളാണ് പെട്ടെന്ന് ജനഹൃദയങ്ങളെ ക്യാച്ച് ചെയ്യുന്നത്, പിടിച്ചടക്കുന്നതെന്ന് ചോദിച്ചാൽ അതിലാവിഷ്കരിക്കുന്ന മൂല്യങ്ങളാണ് പ്രധാനമായും ആകർഷിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പഴയ തലമുറകളിലൊക്കെ അവർ എഴുതിയിട്ടുള്ളത് അധികവും മനുഷ്യസ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും സാൻമാർഗിക തത്വങ്ങളെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. ആ കാലഘട്ടം അത്ര മനോഹരമായിരുന്നു. ടോൾസ്റ്റോയുടെയും ദസ്തയേവ്സ്കിയുടെയും ഡിക്കൻസിൻ്റെയും ഒക്കെ നോവലുകൾ വായിച്ചു വന്നിട്ടുള്ള നമ്മൾ ഇന്നത്തെ പല കൃതികളും വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് അരിശമുണ്ടാകും, വെറുതെ പ്രക്ഷുബ്ധരാകും, വല്ലാത്ത വയലൻസിലേക്ക് നമ്മൾ കടക്കും. ഒരുപക്ഷെ ടോൾസ്റ്റോയുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ കൃതികൾ വായിക്കുമ്പോൾ നമ്മൾ പുറത്തേക്കിറങ്ങി ഒരു പാവപ്പെട്ടവനെ കണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കാൻ തുടങ്ങും. സ്നേഹമാണ് അഖില സാരമൊഴിയിൽ എന്ന് കുമാരനാശാൻ പാടിയിട്ടുണ്ട്. നമ്മുടെ കൃതികളുടെ, നമ്മുടെ രചനയുടെ അന്തർധാര സ്നേഹമായിരിക്കണം. സ്നേഹത്തെയും കരുണയെയും പരോപകാരത്തെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് എഴുതുന്ന സൃഷ്ടികൾ, അതിന് സനാതനമായ നിത്യമായ ഒരു വലിയ മൂല്യമുണ്ട്.
മൂല്യച്യുതിക്കെതിരെ, ധാർമ്മിക അധപ്പതനങ്ങൾക്കെതിരെ ഒരു കാലത്ത് തൂലിക പടവാളാക്കിയ എഴുത്തുകാർ അവരുടെ തൂലികയിലൂടെ ഒരു പുതിയ സാൻമാർഗിക സൃഷ്ടിയെ, ഒരു പുതിയ ലോകത്തെ, ഒരു പുതിയ ലോകക്രമത്തെ അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ ഫ്രഞ്ച് ജനതയെ എത്രത്തോളം ആകർഷിച്ചുവെന്നറിയാൻ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരയിൽ ലക്ഷക്കണക്കിന് ആളുകൾ യോഗയുടെ സംസ്കാരത്തിന്, ഒരുപക്ഷെ ലോകത്തൊരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കാത്തത്ര വളരെ ലക്ഷങ്ങൾ കൂടിയ, കരഞ്ഞുകൊണ്ട് കൂടിയ ഒരു സംസ്കാര ശുശ്രൂഷയായിരുന്നു പാവങ്ങളും മറ്റും എഴുതിയ വിക്ടർ ഹ്യൂഗോയ്ക്ക് ലഭിച്ചത്. നോട്ടർഡാമിലെ കൂനൻ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകവും വളരെ പ്രസിദ്ധമാണ്. ഒരു അമ്പലത്തിൽ, ഒരു പള്ളിയിലെ മണിയടിക്കുന്ന കൂനനായ നോട്ടർഡാമിലെ കൂനൻ, ആ പള്ളിയും പ്രസിദ്ധമായി തീർന്നു. ചെറിയ സന്ദർഭത്തെ പോലും വലിയ എഴുത്തുകാർ വലിയ അനുഭവങ്ങളാക്കി മാറ്റാറുണ്ട്. ടോൾസ്റ്റോയിയുടെ ഇവാൻ ഇലിയച്ചിൻ്റെ മരണമെന്ന ചെറു നോവൽ എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. മരണത്തിൻ്റെ സാന്ദ്രമായ അനുഭവത്തെ എഴുത്തുകാരൻ ആവിഷ്കരിക്കുകയാണ്. എം.ടി. വാസുദേവൻ നായരുടെ മഞ്ഞ് എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. ചെറിയ നോവലാണെങ്കിലും ഒരു ഏകാന്തതയുടെ ആഴങ്ങളിലേക്ക് അഭിരമിച്ചുകൊണ്ട് മരണത്തിനും ജീവിതത്തിനും ഇടയിലൂടെ കടന്നു പോകുന്ന ആ കഥാപാത്രം നമ്മുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നുണ്ട്. എഴുത്ത് മാത്രമല്ല, ചില ചലച്ചിത്രങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എന്തിനേറെ ശില്പങ്ങൾക്ക് പോലും. കലാസൃഷ്ടികളെല്ലാം ഒരുപോലെ തന്നെയാണല്ലോ. ഞാൻ തിരിച്ചു വരട്ടെ. ഒരു എഴുത്തുകാരൻ, എഴുതി തുടങ്ങുന്ന ഒരു എഴുത്തുകാരൻ, ഞാൻ വലിയൊരാളാണെന്നൊന്ന് ചിന്തിക്കരുത്. നമ്മൾ എഴുതി തുടങ്ങുന്ന ചെറിയ ലേഖനം മഹാനായ എഴുത്തുകാരൻ്റെ തുല്യപ്പെടുത്തി കഴിഞ്ഞാൽ തുടക്കത്തിലേ നമ്മൾക്കത് നിരുത്സാഹമുണ്ടാകും. നമ്മൾ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടിലെറിയും. നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ എഴുതി തുടങ്ങുക ഒരു ബാലൻ്റെ സൃഷ്ടി എന്ന പോലെ അതിനെ നാം തന്നെ വായിക്കുക, വീണ്ടും വീണ്ടും തിരുത്തുക, വീണ്ടും വീണ്ടും പരിഷ്കരിക്കുക, സ്നേഹിതർക്ക് അയച്ചു കൊടുക്കുക, മാസികകൾക്ക് അയച്ചു കൊടുക്കുക. നമ്മുടെ കേരളത്തിലെ പ്രസിദ്ധരായ പല എഴുത്തുകാരുടെയും ആദ്യ രചനകൾ പല മാസികകളും തിരിച്ചയച്ചു കൊടുത്തിട്ടുണ്ട്. അവർ പ്രതികരിച്ചിട്ടില്ല. അത് രചനകളുടെ കുറവ് ആണെന്ന് പറയാൻ കഴിയില്ല. പ്രസിദ്ധരായവരുടെ പ്രസിദ്ധീകരിച്ചു വരുന്ന മാസികകളിൽ എന്നാൽ ചിലരുടെ ആദ്യ കൃതികൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. വളരെ പ്രശസ്തമായി തീർന്ന പല കൃതികളും അനേക വർഷങ്ങൾ ചിലർ അതിനെ രഹസ്യമായി വെച്ച് അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കാതിരുന്നു. ചിലതൊക്കെ കാശിന് കൊള്ളില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയതൊക്കെ പിൽക്കാലങ്ങളിൽ ലോകപ്രശസ്തങ്ങളായി തീർന്നിട്ടുമുണ്ട്. അതുകൊണ്ട് എഴുതാൻ തുടങ്ങുന്നവർ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിലൂടെ ഒരു ആവിഷ്കാരം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ഭാഗം നിർത്തട്ടെ. എഴുത്തുകാരൻ ചെയ്യുന്നത് തന്നെ ആവിഷ്കരിക്കുകയാണ്. തൻ്റെ ഉള്ളിലെ വേദനയെ, സന്തോഷത്തെ, ഉള്ളിലുള്ള നിരാശയൊക്കെ തൻ്റെ വരികളിലൂടെ പ്രകടിപ്പിക്കുന്നു. അതിലൂടെ തനിക്ക് തന്നെ ഒരു ആത്മസന്തോഷവും ഒരാത്മീയ സമാധാനവും ലഭിക്കുന്നത് കൂടാതെ അത് വായിക്കുന്നവരിലേക്കും അതേ അനുഭവം സംക്രമിക്കുവാൻ ഇടയായിത്തീരും. തീർച്ചയായും എഴുതി തുടങ്ങുന്നവർക്ക് ഈ വാക്കുകൾ പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ.